കുംഭമേളയിൽ തീർത്ഥാടനത്തിനെത്തി സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ്. തന്തയ്ക്ക് പറക്കാത്ത നാറികളുള്ള നാടാണ് UP. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പറയാണ്, ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്. സ്നാനം നടത്താൻ വരുന്ന സ്ത്രീകള് അവര് വസ്ത്രമുട്ടതും ഇടാത്തതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ഒളിഞ്ഞും പാത്തൊക്കെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴിയിൽ ചെറിയ റീലിടും. ആ റീലിട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ വേർഷൻ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കും. പൈസ വാങ്ങിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് കേട്ടോ. സേവനമൊന്നും അല്ല കേട്ടോ, ജനസേവനമൊന്നുമല്ല. സത്യത്തിൽ സേവകളാണ് ഇവർ ചെയ്യാറെങ്കിൽ പോലും ഇത് സേവയല്ല, ഇത് കൃത്യമായി പൈസ വാങ്ങിയുള്ള പരിപാടിയാണ്. ഒരു 2-3 ദിവസം മുമ്പാണ് ഒരു വീഡിയോ കണ്ടത്. ഒരു സന്യാസി ഒന്നും പറയില്ല, ഒരു കൂതറ പോയിട്ട് ഒളിക്യാമറ വെച്ചുകൊണ്ട് കുളിമുറിയിൽ കുളിക്കുന്ന ആളുകളുടെ വീഡിയോ എടുക്കുന്നതായിരുന്നു. അതുകൂടാതെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സന്യാസി. ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. നല്ല പെടകിട്ടിട്ടാ വിടുന്നത്. സന്യാസിയാണ്, തേങ്ങാക്കൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ ഈ വൃത്തികേടുകൾ ചെയ്യുക. അപ്പൊ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കലാപരിപാടി കൂടി നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഓൾറെഡി തീട്ടക്കുഴിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ചൊറി പിടിക്കുന്നൊക്കെ പറഞ്ഞ് വേറെ ചർച്ച നടക്കുന്നുണ്ട്. ഇത് ഞാൻ കുടിച്ച് കാണിച്ചു തരാന്നുള്ള വെല്ലുവിളിയായിട്ട് യോഗയും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ മനോഹരമായിട്ടുള്ള ഇങ്ങനെ ഒരു ആചാരം നടക്കുന്നുണ്ടെന്ന് അറിയില്ല. അറിയാത്ത ആളുകൾക്ക് വാർത്ത കേൾപ്പിച്ചു തരാം. കുംഭമേളയിൽ തീർത്ഥാടനത്തിനെത്തി സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ്. ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. ഇതുവരെ 103 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 103 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു സാധനം കിട്ടിയപ്പോ 1000-14,000 എന്നല്ല പോയിണ്ടാവുക. വീഡിയോ ഇഷ്ടം പോലെ വീഡിയോസ് പോയിട്ടുണ്ടാവും, വിൽപ്പന നടന്നിട്ടുണ്ടോ. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പെൺകുട്ടികളെ കയ്യിൽ പോയി കുളിക്കണതോ? പെൺകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരുടെ വീഡിയോ നല്ല വൃത്തിയിൽ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട്. നല്ല ഒരു കലാപരിപാടിയാട്ടോ, നല്ല കലാപരിപാടിയാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് തമിഴ്നാട് പോലീസുകാരാണെങ്കിൽ കൃത്യമായിട്ട് ചെയ്യും. മറ്റുള്ള പോലീസുകാർ, ഇപ്പൊ UP പോലീസൊക്കെ ആണെങ്കിൽ ഒരു തമ്പാക്ക് വാങ്ങി തന്ന് എന്ന് പറഞ്ഞ് വിടാനാണ് സാധ്യത. കാരണം അതിക്രൂരമായിട്ടൊരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നിട്ട് പോലും ആരത്തെ അയാളെ വെറുതെ വിട്ടൊക്കെ നമുക്കറിയാലോ അല്ലെ. അപ്പൊ UP ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഇതൊന്നല്ല രസം, ഈ UPയിലുള്ള സ്ത്രീകളുടെ ഒക്കെ റീൽസ്, ഈ സ്നാനം ചെയ്യാറുള്ള സമയത്ത് അവരെടുത്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. അതിലൊന്നും അജ്ഞതയെ കുറിച്ച് പറയാനൊന്നുമില്ല. അവരെ പേജിൽ ഇടുക എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകൾ അപ്ലോഡ് ചെയ്യുന്നതായി UP സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഓക്കെ, നല്ല പരിപാടി. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, തൊലി ഉരിഞ്ഞങ്ങോട്ട് വിടുക. എത്ര ആളെ കയ്യിൽ ഇപ്പൊ വീഡിയോസ് കിട്ടിയിട്ടുണ്ടാവൂലേ? അയ്യോ, ആ ചളി കൂടെ മുങ്ങി ഇങ്ങനെ പൊന്തുന്ന സാധനമാണ്. ആ സാധനത്തിൽ ഈ സ്ത്രീകളുടെ ഓരോ ശരീരഭാഗങ്ങൾ കാണുന്നുണ്ടാവും. അതൊക്കെ ക്ലിയർ ആയിട്ട് ഒപ്പിയിട്ട് സോഷ്യൽ മീഡിയ വഴി കച്ചവടം ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുള്ളതും ആ ബംഗാളികളുടെ കയ്യിൽ തന്നെ പോകും. ബംഗാളികൾ എന്ന് ഉദ്ദേശിച്ചാൽ ആ വൃത്തിയും വെറുപ്പില്ലാത്ത ആ UP നാറികൾ. അവർക്ക് തന്നെ ഇത് വേണ്ടി വരിക, ഇങ്ങനെ കിടക്കുക കാണാൻ വേണ്ടിയിട്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് പ്രയാഗ്രാജ് നഗരത്തിലേക്ക് എത്തുന്നത്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന കുംഭമേള ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഒത്തുകൂടലാണ്. ഏകദേശം 500 ദശലക്ഷം ഭക്തർ ഇതിനകം പ്രയാഗ്രാജ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് വ്യക്തമായി. അവർക്കെതിരെ തങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുമെന്ന് മഹാകുംഭ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഇൻ ജനറൽ വൈഭവ് കൃഷ്ണ പറഞ്ഞു. ഇത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും അവ വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓക്കെ, ഇതിനൊന്നൊരു കുറ്റായിട്ട് കാണണ്ടെന്നേ. ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ടുണ്ട് കാണുക. ഒരാൾ സ്നാനം നടത്തുകയാണല്ലോ, സ്നാനം നടത്തുന്ന വീഡിയോ കണ്ടാലും പുണ്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിൽപ്പന നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അതല്ലേ സാധാരണ നിലയ്ക്ക് അവിടെ നടക്കാറ്. അയ്യേ, ഇത്ര വൃത്തികെട്ടൊരു പരിപാടി. ഇപ്പൊ ഈ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ പേരങ്ങണ്ട് ഇല്ലാണ്ടായി. ഇവര് VIP-കളുടെ ഫോട്ടോസും വീഡിയോസും മാത്രമേ പുറത്തു വിടുള്ളൂ. അതായത് അവിടെ കുളിക്കുമ്പോൾ നല്ല അടിപൊളി വെള്ളം, നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും ചെയ്യും. നേരെ തിരിച്ച് സാധാരണക്കാര്, കോമഡിയാണ്. ഈ സാധാരണക്കാരിൽ കുറെ എണ്ണം പോയിട്ട് ആ ചളിയിൽ മുട്ട് വരെ വെള്ളം, ചളിയില അതിൽ മുങ്ങിങ്ങനെ പൊന്തുമ്പോ തലയിലൊക്കെ അപ്പിക്കാട്ടടക്കാൻ നിൽക്കുന്നുണ്ടാവും. അത്ര വൃത്തിയായിട്ട വെള്ളം. കുറെ വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവര് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കുറെ സംഖ്യകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എന്താ അത് മാത്രം കാണുന്നു എന്നുള്ളത്. എടോ, പിന്നെ ഞാൻ ഈ അംബാനി വന്ന് മുങ്ങിപ്പൊക്കി എന്റെ വീഡിയോ മാത്രം ഇട്ട് കാണിക്കണം? അവര് കുളിച്ച സ്ഥലത്ത് മാത്രം നല്ല വെള്ളവും എല്ലാത്ത ഇടങ്ങളിലൊക്കെ വൃത്തിയായിട്ട വെള്ളമാണ്. അത് മനസ്സിലാക്കുക. വെള്ളത്തിന്റെ കാര്യം പോട്ടെ, അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യം പോകട്ടെ. കുളിക്കാൻ വരുന്ന സ്ത്രീകളുടെ അവസ്ഥകൾ കണ്ടില്ലേ? നഗ്ന വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക. അപ്പൊ മറുനാടൻ TV-യിൽ കണ്ടത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം പോരായിരിക്കും. നമുക്കൊരു നാഷണൽ ചാനലിലത്തെ ഒരു വീഡിയോ കൂടി കാണാം.
संगम में स्नान करते हुए कपड़े बदलते हुए महिलाओं के फोटो महिलाओं के वीडियो बनाए जाते थे और फिर इन्हें सोशल मीडिया अकाउंट्स पर अपलोड किया जाता। इसी को लेकर के अब योगी फोर्स एक्शन में है और 2 सोशल मीडिया अकाउंट के खिलाफ एक्शन लिया गया। बहुत जल्द इनके हैंडलर्स भी सामने। ഓക്കെ, 2 യൂട്യൂബ് ചാനലിലത്തെ ആളെന്നെ പൊക്കി. യൂട്യൂബാണ് ഇൻസ്റ്റാഗ്രാമാണ് അറിയില്ല പൊക്കിയിട്ടുള്ളത്. അതും യോഗിയുടെ ഇടപെടലുകൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. തൂക്കിക്കൊല്ലം വിധിക്കണം കേട്ടോ, അത്ര വൃത്തിയുള്ള പരിപാടി ചെയ്തത് കൊണ്ടേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കുളിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ തന്നെ എടുക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസും ആ പയ്യന്മാരിട്ട വീഡിയോസും തമ്മിൽ ഇതിൽ മാറ്റം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമ്മളത് കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്നവർ പറയുന്നു 7000 കോടി ചെലവഴിച്ച ഈ ഒരു പരിപാടിയിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ VIP-കൾക്ക് വേണ്ടി മാത്രം സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സാധാരണക്കാരനെ വെറും തീട്ടക്കാട്ടത്തിന്റെ വില പോലും കാണിക്കാതെ കുറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ് യോഗി എന്ന് നമ്മൾ കണ്ടു അല്ലെ. ഒരുപാട് ആളുകൾ ഇപ്പോൾ ആ ചളിക്കുഴിയിൽ കിടന്ന് കുളിച്ച് നീന്തിയിട്ട് വല്ല അസുഖം വന്നിട്ട് പുറത്തു വരുന്ന അവസ്ഥയാണ് കാണുന്നത്. കുടിക്കാൻ പോലും കഴിയുന്ന വെള്ളമാണെന്ന് യോഗി അവകാശപ്പെടുമ്പോഴും ആ വെള്ളത്തിന്റെ പിന്നിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സെപ്റ്റി ടാങ്കിൽ നിന്ന് വരുന്ന പോലത്തെ മാലിന്യം പോലും ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോ അതിനെ പോലും തിരിഞ്ഞു തുപ്പിക്കൊണ്ട് പറയാ ഈ വെള്ളം കുടിക്കാൻ പറ്റൂ എന്നുള്ളതേ. ഓക്കെ, അങ്ങനെ ഒരു വലിയ വൃത്തിയുടെ അവിടെ നടക്കുന്നു. ലോക മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. അതിന്റെ തൊട്ടപ്പുറത്താണ് 4000-ൽ പരം സ്ത്രീകളുടെ വീഡിയോസ്, നഗ്ന വീഡിയോസ്, കുളിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് അത് വിൽപ്പന നടത്തുന്ന UP-യിലുള്ള നല്ല 2-3-4 പയ്യന്മാര്. ഏകദേശം 100-ൽ പരം യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഒക്കെ ഇതിനോടൊക്കെ തന്നെ അവർ മോണിറ്റർ ചെയ്തിട്ട് പണി കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീഡിയോസ് ഇട്ട ആളുകൾക്ക് ഇതിൽ പണി കിട്ടിയിട്ടുണ്ടോ? കാരണം അതിൽ നഗ്നത കാണിക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉള്ള കുറെ എണ്ണം അവിടെ ഉണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കണ്ടപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ നോക്കാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മഹാകുംഭ് എന്ന് അടിച്ചു കൊടുക്കുന്ന വീഡിയോ മുഴുവൻ വൾഗറാണ്. ആദ്യം തന്നെ പറയാം, അത് സ്വന്തം അക്കൗണ്ട് വഴി ഇട്ട ഒരുപാട് സ്ത്രീകളും ഉണ്ട്. പരമാവധി ശരീര പ്രദർശനം നടത്തിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ്. അവരെ നാട്ടിൽ സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വസ്ത്രധാരണങ്ങളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല. ഇപ്പൊ വയറ് കാണിക്കുകയും മാറിടത്തിന്റെ പകുതിയോളം കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്ര വൃത്തിയായിട്ട ഒരു പരിപാടിയായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു വെസ്റ്റേൺ കൺട്രി ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ് UP പോലെയുള്ള സ്ഥലങ്ങളിലുള്ള നോർത്ത് ഇന്ത്യൻസ്. അവരുടെ വസ്ത്രത്തിലും അതും ഉണ്ടാവും. ഇപ്പൊ കേരളത്തിലുള്ള ഒരു സ്ത്രീ ഉടുക്കുന്ന സാരിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുറച്ച് ഈ വയറിന്റെ ഒരു സൈഡ് മാത്രമേ കാണാറുണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും അതൊക്കെ പരമാവധി അവർ മറയ്ക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷെ അങ്ങ് UP മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ സാരി ഉടുക്കുന്നത് തന്നെ എന്തിനാണെന്ന് തോന്നിപ്പോ ആ രീതിയിലുള്ള സാരി ഉടുക്കലൊക്കെയാണ്. അപ്പൊ പിന്നെ അവർക്ക് ഇത് ഒരു വിഷയമുള്ള കാര്യമേ ആവണമെന്നില്ല. അവർ കുളിക്കുന്ന വീഡിയോ ആരെങ്കിലും എടുത്തപ്പോ എന്തായി എന്നുള്ള ധാരണയിലാവും. എന്തൊക്കെ ആയാലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവർ കുളിക്കുക എന്ന് പറഞ്ഞാൽ മുങ്ങി നിവരുന്ന ആ ഒരു വീഡിയോ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ബംഗാളികൾ, ഹിന്ദിക്കാർ തന്നെ ഇട്ട് നിറച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇവരെ ഒളിഞ്ഞുകൊണ്ട് നഗ്നതയും പകർത്തിക്കൊണ്ട് വിൽപ്പനയും നടത്തുന്നത്. എന്തായാലും കൊള്ളാം, UP ഒരു മാതൃകയാണല്ലേ. അത് അങ്ങനെയാണ്, യോഗിയുടെ നാട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും എല്ലാ നായ്ക്കാട്ടങ്ങളും പിടിച്ച് അകത്തിടുക, എന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പുറത്ത് വിട്ടോളി. അവർ നടത്തട്ടെ ഈ പരിപാടിയൊക്കെ. അതൊന്നും നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. നമുക്കറിയാം UP എന്ന് പറയുന്ന ആ ഒരു നാട് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട നാടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. സംഭവട്ടോ നിങ്ങളൊക്കെ സമ്മതിച്ചു. മഹാകുംഭമേളയിൽ നടക്കുന്ന ഇമാതിരി ഊളത്തരത്തിനെയും കൂടി ന്യായീകരിക്കണേ. ഒരു സന്യാസിയെ പടച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയതിനെ പടച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. കഴിയാറായി. എന്തായാലും കഴിഞ്ഞാലെങ്കിലും യോഗിക്കൊരു സമാധാനം കൊടുക്കണേ. ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കണ്ട് ആള് പാകെ കുടുങ്ങിക്കെടുക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത എന്തെങ്കിലും പൊളിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ കുറെ നാടുകൾ വീണ്ടും ആ നാടിന്റെ പേര് കളയുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ UP-ക്കൊക്കെ എന്ത് പേരാടേ ഉള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്ഥാനമാണ് UP. ഈ കേരളത്തിനെയൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ, സോമാലിയ അതാണ് ഇതാണെന്നൊക്കെ. സത്യം പറയട്ടെ എൻ്റെ പൊന്നു മക്കളെ, ഈ ഇന്ത്യയിലാണ് ഈ കേരളം എന്ന് ആലോചിക്കുന്ന നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇത്രയും വൃത്തിയുള്ള മറ്റൊരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല. ശരിയാണ്, കുറെ റോഡിടങ്ങളിലൊക്കെ കുറെ ആൾക്കാർ തുപ്പി വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സംഭാവനയാണ്. നിങ്ങളുടെ നാട്ടിൽ കുറെ നാറികൾക്ക് കൂലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഈ മുറുക്കാനും കാര്യങ്ങളൊക്കെ വിറ്റ് റോഡ് സൈഡിൽ ഇരുന്നിട്ട് തമ്പാക്കും വിറ്റ് അത് ഇവിടെയുള്ള പാവപ്പെട്ട കുറെ ബോധമില്ലാത്ത ആളുകൾ വാങ്ങി ഈ റോഡിൽ തുപ്പി നിറയ്ക്കാറുണ്ട്. ഉള്ളതാ, അത് നിങ്ങൾ തന്നെയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ 3000 രൂപ നഗ്നത വീഡിയോ, അതേപോലെ തന്നെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് ഇവർ ഈ ഒരു വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പരിപാടിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പാളി.
പോലീസ് അങ്ങ് പൊക്കി. ഇനി അവരുടെ മുഖവും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഒന്ന് പബ്ലിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ അതൊന്ന് പോയി കാണട്ടെ അല്ലേ. വേറൊന്നും പറയുന്നില്ല. ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതുവരെയൊക്കെ സന്ദീപ് സൈനിങ് ഓഫ്.